ഇത് വേറെ രാജ്യങ്ങളിലൊക്കെ ഇത്രമാത്രം ഇത് പ്രചാരത്തിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. സ്റ്റെഫി ഒരു 10-20 വർഷത്തോളം 20 ഭാഗം 22 ഭാഗമാണ് പുട്ടുകച്ചവടമൊക്കെ കാസറ്റ് ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? 6 പാട്ട്. അത് മാത്രമല്ല, ആ സമയത്ത് ഒരു ഓണത്തിന് 10 കാസറ്റ് ഇറങ്ങും. ഇതിലെല്ലാത്തിലും പ്രദീപേട്ടനാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പ്രദീപേട്ടൻ ഇതിനിടയിൽ അഭിനയത്തിൽ എന്തൊക്കെയോ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. പ്രദീപേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ പ്രഭുവിന്റെ മക്കളെന്ന് പറഞ്ഞ സിനിമ, നേരത്തെ അദ്ദേഹം എന്ന വിദ്യാഹം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 2-3 സിനിമയിൽ ചെയ്യുന്നുണ്ട്. അല്ല, അല്ലെങ്കിൽ ഇവരെന്നെ തിരിച്ചറിഞ്ഞേനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രദീപേട്ടൻ്റെ കഥ പറയാം. പ്രദീപേട്ടൻ ഈ വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലൻ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം പ്രദീപേട്ടൻ ഒരു ആരാധകനുണ്ടായി. കുറേ ആരാധകരുണ്ട്. അതിലൊരുത്തൻ കുറച്ചുകൂടെ ഫോൺ നമ്പറും വിളിയും ഒക്കെ കൂട്ടി ഒരു ആരാധനയിൽ നിന്നും അതൊരു ആത്മബന്ധത്തിലേക്ക് വളർത്തിയെടുക്കാൻ അവന് സാധിച്ചു. പ്രദീപേട്ടനെ ഇടയ്ക്ക് വിളിക്കും, ചേട്ടാ അതാണ് ഇതാണ്. കഴിഞ്ഞിട്ട് ഇവൻ അവസാന ദിവസം വിളിച്ചു, എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, പ്രദീപേട്ടൻ വരണം. അത് വന്നപ്പം പുള്ളി ഇപ്പോഴേ തലവലിക്കുന്ന കണ്ടു. പുള്ളിയുടെ നല്ല മനസ്സിന് പുള്ളി പെങ്ങളുടെ കല്യാണം അല്ലേ എന്നോർത്ത് പോവാന്ന് പറഞ്ഞ് പുള്ളി വണ്ടി ഓടിച്ച് ചേർത്തലയ്ക്ക് അപ്പുറത്ത് ഉൾപ്രദേശത്ത് ഒരു സ്ഥലത്ത് പോയി. അവിടെ ഇനി വണ്ടി പോകില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നല്ല ചെളിയുള്ളൊരു വഴി കൂടെ, മഴ എന്ന് പറഞ്ഞാൽ കൊടും മഴയത്ത് ഒരു വീട്ടിൽ പോയി. അവിടെ വീട്ടിൽ പോയിട്ടപ്പോൾ ഇവൻ ഭയങ്കര ആരാധകനാണ്. പ്രദീപേട്ടൻ പാട്ടുകാരനാണ്. അവർക്ക് അത്ര മുഖപരിചയമില്ല. പ്രദീപേട്ടനെ കൊണ്ടുവന്നിട്ട് ഇവൻ ആ വീട്ടിൽ പോയിട്ട് പെണ്ണിന്റെ ചെറുക്കനുണ്ട്, ആരാ വന്നേന്ന് നോക്കിയേ. പുള്ളി ആരാ ഇവിടുന്ന്? പ്രദീപ് വെള്ളിരുത്തി. ആരാ? പുള്ളി പാട്ടുകാരനാ. ഇവരെയൊന്നും നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം കേട്ടോ. സംഗതിനറിയോ, ഇവൻ പെങ്ങളെ പോലെ കാണുന്നത്ര അയലോക്കത്തെ കല്യാണം. അത് അവന്റെ സ്വന്തം പെങ്ങൾ പോലും ഇല്ല. ഇവന് പ്രദീപേട്ടനെ അവന്റെ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ കല്യാണത്തിന് സ്വന്തം പെങ്ങളെ പോലെ കണ്ട് വിളിച്ച് കൊണ്ടുപോയ കല്യാണത്തിന് പോയ ആളാണ് ഇവിടെ നിന്നിട്ട്. പിന്നെ അതിൽ വേറെ തമാശ എന്ന് വെച്ചാല്, വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ആരാധകന്റെ കല്യാണമല്ല, ഞാൻ എന്തിനാ വരണേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അവനാണ് വെറുതെ ഒരു ആരാധകനല്ല അവൻ, എൻ്റെ ആത്മമിത്രമാണ് അവൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ വൈഫ് എന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ പറഞ്ഞ ചീത്തണ്ടല്ല. നിങ്ങൾ ഭാര്യയും കൂട്ടി പോയി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഒറ്റയ്ക്ക് പോയി മേടിച്ചു കൂട്ടണ്ടേ? ഭാര്യയും കൊണ്ട് പോയിട്ട് ചെളിയില് ആരാ? ഇപ്പൊ ഏറ്റവും പുതിയ പാട്ട് ഏതാ പ്രദീപേട്ടൻ ചെയ്തു വെച്ചേക്കുന്നത്? സിനിമ ഇപ്പൊ ഈ ലാസ്റ്റ് ചെയ്തത് സ്വപ്നസുന്ദരി, പിന്നെ കാശിമുല്ല എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഒരു പേരിടാത്ത സിനിമയ്ക്കും പുതുതായിട്ട് ഇപ്പൊ പാടി. നമുക്ക് വേണ്ടി ഇപ്പൊ ഒരു സിനിമ പാട്ട് തീർച്ചയായിട്ടും. ഇല്ലാതെ ജീവിതം വേണ്ട പെണ്ണേ വേണ്ട, മറുപകുതിയിലെന്നും നീയല്ലേ. ഓടിപ്പോകും കാറ്റിലെ പൊടിമഴനാദരാര, തനിച്ചാക്കിടല്ലേ ഇങ്ങനെ. ഞാനും നീയും ചേർന്നാൽ പാലും തേനും പോലെ മധുരിതമായി ഇളകിയൊഴുകും ഒരു പുഴയാൽ നിറയുമിവിടെ നീയില്ലാതെ ജീവിതം വേണ്ട പെണ്ണേ വേണ്ട, മറുപകുതിയിലെന്നും നീയല്ലേ, മറുപകുതിയിലെന്നും നീയല്ലേ. കഴിഞ്ഞ കുറേ അധികം നാളുകളിൽ തമാശ പാട്ടുകളിലൂടെ നമ്മളെ ചിരിപ്പിച്ച സിനിമാ ഗാനങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും സഹോദരനുമൊക്കെയായ പ്രദീപേട്ടൻ, അദ്ദേഹം ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ ഈ വേദിയിൽ വന്നതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും പേര് അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ആദരവ് പ്രദീപേട്ടന് ഈ അവസരത്തിൽ തരികയാണ്. അത് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്റ്റെഫി, ഇപ്പം ആദരവൊക്കെ കഴിഞ്ഞു. പണ്ട് പാരഡികളൊക്കെ കേൾക്കുന്ന ആളാന്ന് ഇടയ്ക്ക് നമ്മോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു നാടിനെ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട വിനോദം
എന്ന് പറയാം. ബന്ദ് ഹർത്താല്. ഏഹ് ബന്ദ് ഹർത്താൽ. ഇതിനെ പറ്റി കുറെ നാളുകൾ മുമ്പ് ഇറങ്ങിയ ഒരു കാസറ്റിലെ പാട്ടാണ്. ഓരോ കാലം കഴിയുന്തോറും ആ പാട്ടിന് കൂടുതൽ കൂടുതൽ ബലം കൂടി വരുന്ന ഒരു പാരഡിയാണ്. 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി, കേരള നാട്ടില് പണിമുടക്കിന്റെ പൂരം. 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി, കേരള നാട്ടില് പണിമുടക്കിന്റെ